എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തോന്നിയിരിക്കുന്നത് OTTയിൽ റിലീസ് ചെയ്തിട്ടുള്ള കുറച്ച് സിനിമകളുടെ ചെറിയൊരു ഒപ്പീനിയൻ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ പലതും തിയേറ്ററിൽ ഭയങ്കര ഹിറ്റായിട്ടുള്ളതാണ്, പലതും തിയേറ്ററിൽ വെച്ചിട്ട് തന്നെ പല ആളുകളും കണ്ടിട്ടുണ്ട്. എന്നാൽ പോലും എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം എന്നുള്ള രീതിയിൽ മാത്രമാണ് വന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിലൊരു സിനിമ എന്ന് പറയുന്നത് രേഖാചിത്രം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജോഫിൻ ടി ചാക്കോ ആണ്. അതായത് ദ പ്രീസ്റ്റ് എന്ന് പറഞ്ഞ മമ്മൂട്ടി സിനിമയ്ക്ക് ശേഷം ഒരു കട്ട മമ്മൂട്ടി ഫാനായിട്ടുള്ള ജോഫിൻ ടി ചാക്കോയുടെ അടുത്ത സിനിമയാണ് രേഖാചിത്രം. സ്ക്രീൻ പ്ലേ ജോൺ മന്ത്രിക്കലും രാമു സുനിലും ചേർന്നിട്ടാണ്. സ്റ്റോറി രാമു സുനിൽ. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വേണു കുന്നപ്പള്ളിയാണ്. പിന്നെ സിനിമാറ്റോഗ്രാഫി അപ്പു പ്രഭാകർ. എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഷമീർ മുഹമ്മദ്. മ്യൂസിക് മുജീബ് മജീദ്. പിന്നെ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്രൂ. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ആസിഫ് അലി, അനശ്വര രാജൻ, ടിങ്കിൾ സൂര്യ. പിന്നെ അത് ഞാൻ പറയാം, ടിങ്കിൾ സൂര്യ എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും മനസ്സിലാവില്ല. മനോജ് കെ ജയൻ, സിദ്ദിഖ്, ജഗദീഷ്, സായ്കുമാർ, ഹർഷി അശോകൻ, ഇന്ദ്രൻസ്, സലീമ, സെറിൻ ഷിഹാബ്, നിശാന്ത് സാഗർ, ബാമ അരുൺ, മേഘ തോമസ്, ശ്രീകാന്ത് മുരളി. അങ്ങനെ ഒരുപാട് താരങ്ങളുണ്ട്, ചെറുതും വലുതായിട്ടുള്ള. പിന്നെ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട് ഈ സിനിമയ്ക്ക്. ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളെ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ രേഖാചിത്രം എന്നുള്ള സിനിമ കൃത്യമായിട്ട് ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു കിടിലൻ സ്ക്രിപ്റ്റിന് മുകളിൽ കെട്ടിപ്പൊക്കിയ നല്ലൊരു കിടിലൻ വർക്ക് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഇതിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അത്രയും അടിപൊളി സ്ക്രിപ്റ്റാണ്. എന്തെങ്കിലും ഒരു സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തന്നെ സിനിമ മൊത്തത്തിൽ പാളിപ്പോകുന്ന രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റായിരുന്നു. കാരണം അത്രയും സൂക്ഷ്മമായിട്ട്, അത്രയും പിന്നെ വ്യക്തമായിട്ട് ആലോചിച്ച് ചെയ്യേണ്ട ഒരു സ്ക്രിപ്റ്റ് തന്നെ. കാരണം 1985 തുടങ്ങിയിട്ടുള്ള കഥ പറയുന്നത് ഈ ഒരു കാലഘട്ടം വരെയുള്ള പല പിന്നെ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഒരുപാട് സിനിമ റെഫറൻസുകൾ, കാര്യങ്ങൾ, സംവിധായകർ, പിന്നെ മറ്റുള്ള നിർമ്മാതാക്കൾ, മറ്റുള്ള പിന്നെ ഈ സിനിമേൻ്റെ പിന്നണിയിലുള്ള ഒരുപാട് ആൾക്കാർ, ഇവരൊക്കെ ഈ സിനിമയിൽ പല സമയങ്ങളായിട്ട് വന്നു പോകുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് കൃത്യമായിട്ട് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ കിടിലൻ സ്ക്രിപ്റ്റിന് മുകളിൽ കെട്ടിപ്പൊക്കിയ, ഒട്ടും എന്താ പറയുക, ഒരു ലൂക്ക്, നമുക്ക് ഒരു നെഗറ്റീവ് കണ്ടുപിടിക്കാനില്ലാത്ത കൃത്യമായിട്ടുള്ള സ്ക്രിപ്റ്റിന് മുകളിൽ കെട്ടിപ്പൊക്കിയ ഒരു സിനിമ എന്ന് വേണേൽ രേഖാചിത്രത്തിനെ ഒറ്റ വാക്കിൽ പറയാം. അതിന് നമുക്ക് തീർച്ചയായും ക്രെഡിറ്റ് കൊടുക്കേണ്ട ആളുകൾ എന്ന് പറയുന്നത് ജോൺ മന്ത്രിക്കലും രാമു സുനിലുമാണ്. അവരുടെ സ്ക്രിപ്റ്റിൽ ഒരു പാളിച്ചയില്ല എന്ന് മാത്രമല്ല, എവിടെ എന്തൊക്കെ വേണം, എന്തൊക്കെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് അവർ കൃത്യമായിട്ട് അത് നല്ല രീതിയിൽ പഠിച്ച് ഒരുപാട് സമയം എടുത്തിട്ട് എഴുതിയൊരു സ്ക്രിപ്റ്റ് പോലായിട്ടാണ് ഈ സ്ക്രിപ്റ്റിന് എനിക്ക് തോന്നിയത്. അപ്പോൾ സിനിമേൻ്റെ മൊത്തത്തിലുള്ള ഒരു കഥയിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ആസിഫലിൻ്റെ കഥാപാത്രം അവതരിപ്പിക്കുന്ന പോലീസ് കഥാപാത്രത്തിന് ഒരു പ്രത്യേക കേസ് അന്വേഷണം വരികയും അതിൻ്റെ പിന്നാലെ പോവുകയും അതിൻ്റെ പിന്നിലുണ്ടായ കാര്യങ്ങളും അതിനുവേണ്ടി അദ്ദേഹം നടത്തുന്ന അന്വേഷണങ്ങളും മറ്റുമൊക്കെയാണ് കാര്യമായിട്ട് പറയുന്നത്. വലിയ ട്വിസ്റ്റോ ടേൺസോ കാര്യങ്ങളൊന്നുമില്ല. വളരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ തുടക്കത്തിൽ തന്നെ വില്ലൻ ആരാണ് എന്നുള്ളത് ഒരു ചെറിയ സൂചന അല്ല, ഓൾമോസ്റ്റ് വില്ലൻ ഇന്ന ആളാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. വേറെ വലിയ ഒരു ചെറിയ 1-2 ട്വിസ്റ്റ് ഉണ്ട് എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ അല്ല. കൃത്യമായിട്ട് വില്ലൻ ആരാന്നുള്ളത് നമുക്ക് കാണിച്ച് തന്നിട്ട് തന്നെയാണ് ഈ സിനിമ തുടങ്ങുന്നത്. പക്ഷേ അതിലൂടെ നമുക്ക് ഉണ്ടാകുന്ന ഒരു ആകാംക്ഷയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഈ സിനിമയിൽ പറയാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ തിരക്കഥാകൃത്തുക്കൾക്കും ആ ഒരു തിരക്കഥയിൽ അത് ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേസന്വേഷണവും കാര്യങ്ങളൊക്കെ തന്നെ ആയിട്ടാണ് ഈ സിനിമ പോകുന്നത്. പിന്നെ അതുമാത്രമല്ല, പിന്നെ മമ്മൂട്ടീൻ്റെ കാതോട് കാതോരം എന്ന് പറഞ്ഞുള്ള സിനിമേൻ്റെ ഒരു റെഫറൻസും അതിൻ്റെ ഒരു കാര്യം ഇതിൽ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് പലരും പറഞ്ഞു കേട്ടു, ഇന്ത്യൻ 2-ൽ AI യൂസ് ചെയ്ത ശങ്കറിനെ ഈ സിനിമ ഇറങ്ങിയ ശേഷം ഒരുപാട് ട്രോളുകൾ കാണുന്നുണ്ട്. അത് കൃത്യമാണെന്ന് തോന്നുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള AI ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. കാതോരം എന്ന് പറഞ്ഞ സിനിമേൻ്റെ ഒരു പിന്നെ ഷൂട്ടിംഗ് സൈറ്റും കാര്യങ്ങളും അവിടെയുള്ള പിന്നെ കഥാപാത്രങ്ങളൊക്കെ ഈ സിനിമയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാലഘട്ടം ഉണ്ടാക്കിയെടുക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നന്നായിട്ട് സിനിമേൻ്റെ പിന്നണിയിലുള്ള ആളുകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ മമ്മൂട്ടിനെ കാണിക്കുന്ന ഒരു സീൻ എന്ന് പറഞ്ഞാൽ ശരിക്കും കൃത്യം, ഞാനൊരു 2-3 വട്ടം ആ ഒരു സീൻ മാത്രം അടിച്ചടിച്ച് ഒരു വട്ടം കണ്ടതിന് ശേഷം വീണ്ടും സിനിമയ്ക്ക് ശേഷം ആ സീൻ മാത്രം 2-3 വട്ടം ഞാൻ ഇരുന്ന് കണ്ടിട്ടുണ്ട്. കാരണം അത്രയും അടിപൊളിയായിട്ടാണ് മമ്മൂട്ടി ഇതിൽ പ്രസൻറ്റ് ചെയ്തത്. ഒരു കിടിലൻ ഒരു ഹീറോക്ക് കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ സിനിമയിൽ വളരെ കുറഞ്ഞ സമയം മമ്മൂട്ടിൻ്റെ കഥാപാത്ര റെഫറൻസിലൂടെ മാത്രമാണ് വന്നു പോകുന്നത്. എന്നിട്ട് പോലും
ഒരു സിനിമേൻ്റെ ഹീറോനേക്കാണ് അപ്പുറത്തേക്ക് കയ്യടി കിട്ടുന്ന രീതിയിലാണ് ഇതിൽ മമ്മൂട്ടിൻ്റെ കഥാപാത്രത്തിന് അല്ലെങ്കിൽ കാതോട് കാതോരം എന്നുള്ള സിനിമയിൽ ഉള്ള മമ്മൂട്ടിൻ്റെ ആ ഒരു ലുക്കും സെറ്റപ്പിലും ഒക്കെ ഈ കഥാപാത്രത്തിന് അവർ പ്ലേസ് ചെയ്തിട്ട്. അപ്പോൾ മമ്മൂട്ടിൻ്റെ ഈ AI ചെയ്യാൻ കൃത്യമായിട്ട് ഇതിൽ സഹായിച്ച ആളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടിങ്കിൾ സൂര്യ എന്നിട്ടുള്ള ആൾ. ഈ ആളാണ് പിന്നെ മമ്മൂട്ടിൻ്റെ ആ ഒരു വേഷം ചെയ്തത്. പിന്നീട് അത് AI ഉപയോഗിച്ചിട്ട് കൃത്യമായി മമ്മൂട്ടിൻ്റെ രൂപത്തിലേക്ക് മാറ്റിയെടുത്തതാണ്. ഇവരെ ഈ ടിങ്കിൾ സൂര്യ എന്ന് പറഞ്ഞ ആളെ റീൽസുകൾ കണ്ട ആളുകൾക്കറിയാം, ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ഒരു 90% മമ്മൂട്ടിൻ്റെ റീലുകൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ മമ്മൂട്ടിൻ്റെ അതേ ഒരു ലുക്കിലും അതേ ഒരു സാമ്യതയിലും റീലുകൾ ചെയ്യുന്ന വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യം കൃത്യമായി സംവിധായകൻ ഇതിൽ യൂസ് ചെയ്ത് അതിലേക്ക് AI കൂടി മിക്സ് ചെയ്തപ്പം ഒരു നല്ല റിസൾട്ടാണ് മമ്മൂട്ടിൻ്റെ കഥാപാത്രത്തിന്, അതായത് കാതോട് കാതോരം എന്നുള്ള സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ ആ ലൊക്കേഷനിലുള്ള കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. അത് കൃത്യമായിട്ട് AI യൂസ് ചെയ്ത് പിന്നെ സിനിമൻ്റെ അതൊക്കെ പ്ലേസ് ചെയ്യാൻ സംവിധായകൻ സാധിച്ചിട്ടുണ്ട്. ഇതിൽ തീർച്ചയായും കയ്യടെ അറിയിക്കുന്ന മറ്റൊരാളെന്ന് പറയുന്നത് സംവിധായകൻ ജോഫിൻ ടി ചാക്കോ തന്നെയാണ്. കൃത്യമായിട്ട് നല്ല അടിപൊളി ഡയറക്ഷനാണ്, അടിപൊളി മേക്കിംഗ് ആണ്. അദ്ദേഹത്തിൻ്റെ അത്ര പ്രീസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ കണ്ടവർക്ക് തന്നെ അറിയാം അദ്ദേഹത്തിൻ്റെ മേക്കിങ്ങിൻ്റെ ഒരു ക്വാളിറ്റി. അതിൽ ക്ലൈമാക്സിലുള്ള 1-2 ചെറിയ മിസ്റ്റേക്ക് അല്ലെങ്കിൽ നമുക്കൊരു ആക്സെപ്റ്റബിൾ അല്ലാത്ത കുറച്ച് 1-2 ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെന്നതിനപ്പുറത്തേക്ക് വേറൊരു മിസ്റ്റേക്കും ഇല്ലാതെ ഒരു അടിപൊളി സിനിമ തന്നെയാണ് ഇത് പ്രീസ്റ്റ് എന്നുള്ള സിനിമ. അപ്പോൾ ആ ഒരു സിനിമ ചെയ്തിട്ടുള്ള ജോഫിൻ ടി ചാക്കോ എന്ന സംവിധായകൻ്റെ കൈയടക്കം കൃത്യമായി കാണുന്നൊരു വർക്ക് തന്നെയാണ് ഈ പിന്നെ രേഖാചിത്രം എന്നുള്ള സിനിമ. പിന്നെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ള ആസിഫ് അലി, അതേപോലെ അനശ്വര രാജൻ അടിപൊളിയായി ചെയ്തിട്ടുണ്ട് അവരുടെ റോള്. പിന്നെ കൃത്യമായിട്ട് നല്ല അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ പിന്നെ പഴയകാല കഥാപാത്രത്തിന് കിടിലൻ ലുക്ക് ഉണ്ടായിരുന്നു. പിന്നെ മനോജ് കെ ജയൻ അവതരിപ്പിച്ച കഥാപാത്രം, അതേപോലെ ജഗദീഷ്, സിദ്ദീഖ്, ഇവരൊക്കെ അവരവരുടെ റോളുകൾ കൃത്യമായിട്ട് നല്ല വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. ഹർഷ അശോകനുണ്ട്, സായികുമാറുണ്ട്, എല്ലാവരും അവർക്ക് കിട്ടിയ റോള് കൃത്യമായി ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് സ്ക്രിപ്റ്റും സംവിധാനവും നല്ല അടിപൊളിയായതുകൊണ്ട് തന്നെ നല്ലൊരു കിടിലൻ സിനിമ. എത്രമാണെങ്കിൽ നമുക്ക് ഇനിയും കാണാൻ പറ്റുന്ന രീതിയിൽ എടുത്തു വെച്ച, ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച മലയാള സിനിമകൾ ഒന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിൽ ഉള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് രേഖാചിത്രം തോന്നിയത്. അപ്പോൾ കണ്ടിട്ടില്ലാത്ത ആളുകൾ ധൈര്യമായിട്ട് പോയി കണ്ടോളൂ. ഇപ്പോൾ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കിടിലൻ സിനിമയാണ്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകളൊക്കെ പിന്നെ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. പക്ഷേ പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ പലർക്കും കാണാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവാറില്ല. അപ്പോൾ അങ്ങനത്തെ ആളുകളൊന്നും മടിച്ച് നിൽക്കേണ്ട, ധൈര്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് രേഖാചിത്രം എന്നുള്ള സിനിമ. അപ്പോൾ അടുത്ത സിനിമേൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും ഉടൻ തന്നെ വരാൻ ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.